അങ്ങനെ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ പിന്നെയും തീരുമാനമായി. ഇതാ 1 TB ഹാർഡ് ഡിസ്ക്, ടോഷിബയുടെ ഹാർഡ് ഡിസ്ക് പിന്നെയും അടിച്ചുപോയി. എന്താണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ യൂസിങ് കുറവാണ്. അപ്പോൾ യൂസിങ് കുറവായതുകൊണ്ടാകും ഒന്നും എന്താ പറയണ്ട, പെട്ടെന്ന് ഈ സംഭവമൊക്കെ ഉണ്ടായത്. അപ്പോൾ സാറ്റ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ സാറ്റൊക്കെ ഒന്നും പ്രശ്നമില്ല, സാറ്റ കേബിളിനൊന്നും കുഴപ്പമില്ല. പിന്നെ റാം ഊരിയിട്ട് റാം ചെക്ക് ചെയ്ത് നോക്കി, റാമിനും വലിയ പ്രശ്നമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാപ് കെയറിൻ്റെ ഓർഡിനറി മദർ ബോർഡാണ്. ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഗ്രാഫിക്സ് കാർഡും ഇല്ല. ഇൻറ്റേർണലായിട്ട് വരുന്ന ഗ്രാഫിക്സ് പ്രോസസ്സറിൻ്റെ ഡുവൽ കോറിൻ്റെ പഴയ പ്രോസസ്സർ കാര്യങ്ങളൊക്കെയാണ്, അത് മാറ്റം വരുത്തിയിട്ടില്ല. ഫോക്സിൻ്റെ ഒരു SMPS വേണിച്ചിന്, അത് മുന്നത്തേത് അടിച്ചു പോയിട്ട് ഫോക്സിൻ്റെ ഒരു 700 രൂപയുടെ ഒരു SMPS, നോർമൽ SMPS വേണിച്ചിന്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, അതൊന്നും പോയതൊന്നുമല്ല. അപ്പോൾ പണി തന്നത് ഹാർഡ് ഡിസ്ക്കാണ്. Windows 7 ആ ഒരു ലോഗോയിൽ തന്നെ നിന്നിട്ട് പിന്നെയും റീസ്റ്റാർട്ട് ആകുന്ന ഒരു പ്രോബ്ലം വന്നു. അപ്പോഴേക്കാണ് ഹാർഡ് ഡിസ്കിൻ്റെ പ്രോബ്ലം ആണെന്ന് കുറേ ആൾ പറഞ്ഞത്. അപ്പോൾ കസിനെ വിളിച്ചിട്ട് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് പോകേണ്ട ഒരു ഭാഗത്തേക്ക് എത്തിയത്. ഇനി ചില സമയങ്ങളിലാവും, ചില സമയങ്ങളിൽ ഡാറ്റാസ് മൊത്തം പോകുന്നു. അപ്പോൾ ഫോണിലെ ഫോട്ടോസ്, വീഡിയോസ്, പിന്നെ എന്താ പറയണ്ട, അമ്മയുടെ ഫോണിലുള്ള ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇതിനകത്തേക്ക് അതിന് ആക്കിയത്. നമ്മൾ 1 TB 1 ടെറാബൈറ്റിൻ്റെ സാധനമാണ് മൊത്തത്തിൽ അടിച്ചു പോയത്. ആദ്യം 500 GB ഹാർഡ് ഡിസ്ക് ആയിരുന്നു. നമ്മുടെ ഹാർഡ് ഡിസ്കിനൊന്നും ഒരു പറ്റിത്തരം കാണിക്കില്ല. 1 TB തന്നെ മേടിച്ച് പുതിയത്. അതേപോലെ നല്ല പോലെ പണിയും കിട്ടി. ഇനി എന്നാ വേണ്ടതെന്ന് അറിയില്ല. ഇനി ഇതെല്ലാം കൂടി തൂക്കി വെക്കാനുള്ള ഒരു അവസ്ഥയാണ്. കാരണം വെച്ചാൽ അത്രയും ദേഷ്യം വരുന്ന ഒരു അവസ്ഥയാണ്. കാരണം വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിട്ടും കൂടി ഒരു ഡാറ്റാസ് സൂക്ഷിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ പെട്ടെന്നാണ് ഇതിനെല്ലാം കംപ്ലയിൻറ്റ് വരുന്നത്. എന്നാണ് മനസ്സിലാകുന്നില്ല. വെറും എന്നാ പറയണ്ട, വെറുത്ത് പോകുന്നത്. കാരണം വെച്ചാൽ ഇങ്ങനെയാണെങ്കിൽ ഈ കമ്പ്യൂട്ടറിലേക്കെല്ലാം നമ്മളെ എന്നാ പറയണ്ടേ, ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റുമോ? ക്ലൗഡ് പിന്നെ ഡ്രൈവ് പോലത്തെ എല്ലാം മാറ്റി വെക്കുക എന്നല്ലാണ്ട് അത് അന്ന് മാറ്റാനും പറ്റിയില്ല. കാരണം അത്രയും ഫയൽ സൈസ് കൂടുതലായതുകൊണ്ട് അതൊക്കെ സിപ്പ് ചെയ്തിട്ട് കംപ്രസ് ചെയ്തിട്ടല്ലേ മാറ്റാൻ പറ്റും. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഇത് ഒരിക്കലും ചതിക്കുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. ഹാർഡ് ഡിസ്ക് പോയാലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു അവസ്ഥ. കാരണം വെച്ചാൽ ഒറ്റപ്പൊടി റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഇത് റിപ്പയർ ചെയ്യുന്നവർ നമ്മളെ അടുത്ത് നിന്ന് എത്ര പൈസ വാങ്ങുന്നുള്ളത് ഉറപ്പില്ല. ഇനിയിപ്പോൾ റിപ്പയർ ചെയ്യേണ്ട എന്തെങ്കിലും സെക്ഷൻ എവിടെയെങ്കിലും ഉണ്ടോ നോക്കണം. കാരണം എന്താ വെച്ചാൽ ഇതിനു വേണ്ടി പൈസ ചിലവിട്ടാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല. കാരണം പൈസ ചിലവിട്ടെടുത്തായി പോകും. ഒന്നും ഒരു തീവാട് കിട്ടുന്നില്ല. കാരണം വെച്ചാൽ ഇനി ഇതിന് പൈസ മുടക്കുന്നതിന് പകരം വല്ല മേക്കെങ്ങാനും എടുത്താലോ എന്നുണ്ട്. മേക്കിലേക്ക് എല്ലാവരും മാറി, നമ്മൾ മാത്രമുണ്ട് ഇതേപോലെയുള്ള സിസ്റ്റത്തിലേക്കൊക്കെ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇത് കംപ്ലൈൻ്റ് ആവുന്നതിന് എപ്പോൾ അത് കംപ്ലൈൻ്റ് ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളിപ്പം വീട്ടിലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഡെസ്ക് ടോപ്പും വെച്ചിട്ട് ഇങ്ങനെ നിന്നാൽ, ഡെസ്ക് ടോപ്പ് എന്നാ പറയണ്ട റെസ്റ്റിൽ ആണെങ്കിൽ, നിങ്ങൾ ഉപയോഗിക്കാണ്ടാണെങ്കിൽ ചിലപ്പോൾ ഹാർഡ് ഡിസ്കിനോ മദർ ബോർഡിനോ റാമിനോ എന്തെല്ലാം ആയിട്ട് ചിലപ്പോൾ പ്രോബ്ലങ്ങളൊക്കെ വരും. അതിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് അവസ്ഥ.